أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين أما بعد. റഹ്മ എഡ്യൂക്കേഷൻ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ കീഴിൽ കഴിഞ്ഞ 10 വർഷമായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരുപാട് പ്രവർത്തനങ്ങളുടെ കൂട്ടത്തിൽ എടുത്തു പറയാവുന്ന ഏറ്റവും മഹനീയമായ മഹോന്നതമായ ഒരു സംവിധാനമാണ് അൽഫിത്ര ഇസ്ലാമിക് പ്രിയൂ സ്കൂൾ. തീർച്ചയായിട്ടും ഈ ട്രസ്റ്റിൻ്റെ കീഴിൽ ബഹുമുഖങ്ങളായ പൊതുസമൂഹത്തിനും നമ്മുടെ നാട്ടിലും സമൂഹത്തിലും സമുദായത്തിലുമൊക്കെ പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരുപാട് നിർധനരായ ആളുകൾക്കുള്ള സാമൂഹ്യ ക്ഷേമ പ്രവർത്തനങ്ങളും അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ ട്രസ്റ്റിൻ്റെ കീഴിലായിട്ട് ഇതിനകം വളരെ വിജയകരമായിട്ട് നടന്നു വരുന്നു എന്നതിൽ ഇതിൻ്റെ എളിയ ഒരു സാരഥി എന്ന നിലയിൽ വളരെയധികം സന്തോഷവും അഭിമാനവും തോന്നുകയാണ്. കേരളത്തിൽ വിദ്യാഭ്യാസ രംഗത്ത് വളരെ പ്രശസ്തമായ ഒരുപാട് സ്ഥാപനങ്ങൾ, വിശിഷ്യ നമ്മുടെ കണ്ണൂരിൻ്റെ ജില്ലയുടെ പല ഭാഗങ്ങളിലും നമുക്കറിയാവുന്നതുപോലെ ധാരാളമായി വിന്യസിച്ചിട്ടുണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഈ കഴിഞ്ഞ 10 വർഷമായിട്ട് അൽഫിത്ര ഇസ്ലാമിക് പ്രിയൂ സ്കൂളിനെ വ്യതിരിക്തമാക്കുന്നത് ദി യുണീക്ക്നെസ് ഓഫ് അൽഫിത്ര ഇസ്ലാമിക് പ്രിയൂ സ്കൂൾ, അത് ബൗദ്ധികവും ആധ്യാത്മികവുമായ അറിവുകളെ സമന്വയിപ്പിച്ചുകൊണ്ട് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലും മരണാനന്തരം ബർസഖിലും അവിടെ നിന്നങ്ങോട്ട് പരലോകത്ത് ഒരു മനുഷ്യൻ ആത്യന്തികമായി ആഗ്രഹിക്കുന്ന ഒരു ലക്ഷ്യമാണ് സ്വർഗം എന്നത്. അതിലേക്കുള്ള പലവിധ വഴികൾ, അത് മനുഷ്യൻ പല വിധത്തിലായിക്കൊണ്ട് ദ്രോഹങ്ങൾ ചെയ്തുകൊണ്ട് അറുകല ചെയ്തുകൊണ്ട് നടന്നു നീങ്ങുന്ന ഒരു പശ്ചാത്തലമാണ് പല നാടുകളിലെന്ന പോലെ നമ്മുടെ നാടിൻ്റെ ചില ഭാഗങ്ങളിലും. ഇവിടെ എന്താണ് ഒരു സമൂഹത്തെ അള്ളാഹു എങ്ങനെയാണ് വിശേഷിപ്പിക്കുന്നത്? നിങ്ങളിങ്ങനെ പരസ്പരം പോരടിക്കേണ്ടവരാണോ, കൊല്ലും കൊലയും നടത്തേണ്ടവരാണോ എന്നതിലേക്ക് വെളിച്ചം വീശുന്ന, ലോകത്തുള്ള മുഴുവൻ ആളുകളും അംഗീകരിച്ച, നമുക്കറിയാവുന്നതുപോലെ ഈ കഴിഞ്ഞ വേൾഡ് കപ്പ് ഖത്തറിലുണ്ടായപ്പോൾ ലോകത്തുള്ള എല്ലാ ആളുകളും അവിടെ എത്താണ്. ലോകത്ത് നടക്കുന്ന ഏറ്റവും വലിയൊരു മാമാങ്കമാണ് വേൾഡ് കപ്പ് ഫുട്ബോൾ എന്ന് പറയുന്നത്.
ലോകത്തിലുള്ള പല രാഷ്ട്രത്തലവന്മാരും സാംസ്കാരിക സാമൂഹിക രംഗത്തുള്ള വലിയ വലിയ ഉന്നത പദവികൾ അലങ്കരിക്കുന്ന ആളുകളൊക്കെ എത്തുന്ന ഒരു ഇവൻ്റ് ആയിട്ട് പോലും അവർ തിരഞ്ഞെടുത്തിരിക്കുന്ന ഖുർആനിലൊരു ആയത്തുണ്ട്, യാ അയ്യുഹന്നാസ് ഇന്ന ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻസ വജഅൽനാകും ശുഊബൻ വഖബായില ലിതഅറഫു ഇന്ന അക്രമകും ഇൻദല്ലാഹി അത്ഖാകും. ഇതാണ് ഇന്നത്തെ കലുഷിതമായ സാമൂഹ്യ രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ സമൂഹത്തോട് ഇസ്ലാമിന് എന്താണ് പറയാനുള്ളത്, സമൂഹത്തോട് അള്ളാഹുവിന് എന്താണ് സംസാരിക്കാനുള്ളത്, ഈ സമൂഹത്തിൻ്റെ മുന്നിൽ ഖുർആനിന് എന്താണ് പറയാനുള്ളത് എന്ന് ചോദിച്ചാൽ ഏറ്റവും മഹനീയമായ ഒരായത്താണ് ഈ സൂറത്തുൽ ഹുജറാത്തിലെ 13-ാമത്തെ ആയത്ത്. ഈ ജനങ്ങളെ എന്ന് വിളിച്ചുകൊണ്ട് പറയുകയാണ്, നിങ്ങളെ സൃഷ്ടിച്ചത് ഒരു ആണിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നുമാണ്. നിങ്ങൾ പരസ്പരം വർഗത്തിൻ്റെയും വർണ്ണത്തിൻ്റെയും ഭാഷയുടെയും മതത്തിൻ്റെയും പേരിൽ കടിച്ചു കീറേണ്ടവരല്ല. മറിച്ച് എന്തിനാണ് നിങ്ങളെ ഇങ്ങനെ വിവിധ ഗോത്രങ്ങളും വർണ്ണങ്ങളും വർഗങ്ങളും ഒക്കെ സൃഷ്ടിച്ചത്? നിങ്ങൾ പരസ്പരം തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ്. അത് വിശദീകരിക്കാൻ ഞാൻ ഈ സമയം പരിമിതമല്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങോട്ട് കിടക്കുകയല്ല. പരസ്പരം തിരിച്ചറിഞ്ഞുകൊണ്ട് പരസ്പരം സ്നേഹിച്ചും ബഹുമാനിച്ചും ആദരിച്ചും കൊടുത്തും കൊണ്ടും എന്ന് പറയുമ്പോൾ അടിയല്ല, സ്നേഹം, അങ്ങോട്ട് കൊടുത്തും ഇങ്ങോട്ട് വാങ്ങിയും ഒക്കെ ഒരു മനോഹരമായ ഒരു സംവിധാനത്തിൽ കൂടി ജീവിച്ചു പോകണമെന്നാണ് ഈ ഖുർആൻ നമ്മളോട് ഉദ്ഘോഷിക്കുന്നത്. പിന്നെ നിങ്ങളിൽ ഉണ്ട് ഒരാളുകൾ അല്ലെങ്കിൽ ചില ആളുകൾ, ഏറ്റവും ഉത്തമരായ ആളുകളുണ്ട്. അവരെങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുക? അവരാരാണ് ഡിഫൈൻ ചെയ്തിട്ട് പറയേണ്ടത് ഇന്ന ആളുകളാണ് നിങ്ങളിൽ ഏറ്റവും ഉത്തമരായ ആളുകൾ എന്ന് പറയാൻ? തീർച്ചയായിട്ടും അത് അള്ളാഹുവിന് മാത്രമേ കഴിയൂ. അതുകൊണ്ട് പടച്ചോൻ പറഞ്ഞു വെച്ചു, ഇന്ന അക്രമക്കും, നിങ്ങളിൽ ഏറ്റവും ബഹുമാന്യർ, ആദരിക്കപ്പെടുന്നവർ, ഇൻദല്ലാഹി, അള്ളാഹുവിൻ്റെ അടുത്ത്, അത്ഖാക്കും, ജീവിതത്തിൽ സൂക്ഷ്മത പാലിക്കുന്നവരാണെന്നാണ്. ജീവിതത്തിൻ്റെ സൂക്ഷ്മത എന്ന് പറയുന്നത് എല്ലാ മേഖലകളിലും ഏതെല്ലാം മനുഷ്യൻ്റെ ഒരു ജനിമൃതികൾക്കിടയിലുള്ള ഏതെല്ലാം സംവിധാനങ്ങളും കാര്യങ്ങളുണ്ടോ അവിടങ്ങളൊക്കെയും നമ്മുടെ ഒരു കൈപ്പുസ്തകം എന്ന് പറയുന്നത് വിശുദ്ധ ഖുർആനാണ്. അപ്പം ഞാൻ ഈ ആമുഖം എന്തിനു പറഞ്ഞു എന്ന് വെച്ചാൽ, നമ്മൾ തുടങ്ങി വെച്ചിടത്തേക്ക് തിരിച്ചു വരികയാണ്. കേരളത്തിൽ ഒരുപാട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട്. അതിൽ നിന്ന് വ്യതിരിക്തമാകുന്നത് എന്തുകൊണ്ട് അൽഫിത്ര എന്നതിനെ കുറിച്ചാണ് സംസാരിച്ചു വന്നത്. ഇവിടെ ഒരു ഓറഞ്ച് നമ്മൾ എടുത്തിട്ട് അതിലുള്ള മൂല്യങ്ങൾ, അതിലുള്ള കാൽസ്യം അല്ലെങ്കിൽ വാട്ട് എവർ ഇറ്റ് മേ ബി, അത് എന്താണെന്ന് മനസ്സിലാക്കാനും ടെസ്റ്റ് ചെയ്യാനുമുള്ള ലാബ് ഇവിടെ ഉണ്ട്. അതിവിടെ ഉണ്ട്, കൃത്യമായിട്ടുണ്ട്. ഒരു ഓറഞ്ചിൽ എന്തൊക്കെ അടങ്ങിയിരിക്കുന്ന മൂല്യങ്ങളെന്ന് നോക്കാനുള്ള ലാബ് നമ്മുടെ മുമ്പിൽ ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷേ ഈ ഒരു ഓറഞ്ച് ഒരു വിശക്കുന്ന ഒരു കുട്ടിയുടെ വായിലോട്ട് അല്ലെങ്കിൽ ഒരു മനുഷ്യൻ്റെ വായിലോട്ട് വെച്ചു കൊടുത്താൽ നിനക്ക് എന്ത് കിട്ടും എന്നത് പറയാൻ ലോകത്തൊരു ലാബും ഇല്ല. അതിൻ്റെ ലാബാണ് വിശുദ്ധ ഖുർആൻ. അത് വിശുദ്ധ ഖുർആൻ പറയട്ടെ എങ്ങനെയൊക്കെയാണെന്നുള്ളത്. അപ്പോൾ ആ രൂപത്തിൽ നമ്മൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ നിമിഷങ്ങളും ഓരോ കൊടുക്കൽ വാങ്ങലുകളും ഇടപാടുകളും എന്തൊക്കെയുണ്ടോ അതിനൊക്കെ നമുക്കൊരു മാർഗരേഖയാണ് വിശുദ്ധ ഖുർആൻ. ഈ വിശുദ്ധ ഖുർആൻ അടിസ്ഥാനപരമായി പഠിപ്പിക്കുക എന്നതാണ് അൽഫിത്ര ഇസ്ലാമിക് പ്രീ സ്കൂൾ കൊണ്ട് ലക്ഷ്യം വെക്കുന്നത്. ഒപ്പം ഇതുകൊണ്ട് മാത്രം ഒരു മനുഷ്യനെ ഇവിടെ ജീവിച്ചു പോകാൻ കഴിയും. ഭൗതികമായ ഒരുപാട് കാര്യങ്ങളുണ്ട് അവന് നിർവഹിക്കേണ്ടതായ. അപ്പം അതിന് വേണ്ട വിഷയങ്ങൾ കൂടി ഇതിനോടനുബന്ധമായിട്ട് ഇതിൻ്റെ സിലബസിൽ ഉൾപ്പെടുത്തി എന്നതാണ് ഈ അൽഫിത്ര ഇസ്ലാമിക് പ്രീ സ്കൂളിൻ്റെ ഒരു പ്രത്യേകത. ഈ ഇരിക്കുന്ന ആളുകളോട്, ഇത് അൽഫിത്ര ഇസ്ലാമിക് പ്രീ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളുടെ പാരൻസാണ്. ഞാൻ ഇത്രയും പറഞ്ഞ വിഷയങ്ങൾ ഇവരോട് പറയേണ്ടതില്ല എന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. കാരണം ഇവർ അത് മക്കളിൽ കൂടി യാഥാർത്ഥ്യമാക്കിയതാണ്. പല പാരൻസും പറയും, നമ്മൾ ബാത്റൂമിലേക്ക് പോകുമ്പോൾ കുട്ടികൾ നമ്മളെ പിന്നാലെ വന്നിട്ട് നമ്മുടെ പറയും, ഇന്ന ചൊല്ല്, ബാത്റൂമിൽ നിന്ന് ഇറങ്ങിയാൽ ഇന്നത് പറഞ്ഞോ, ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് ഇന്നത് ചൊല്ലിയോ, കണ്ണാടി നോക്കുമ്പോൾ ഇന്നത് പറഞ്ഞോ, പുതിയ വസ്ത്രം എടുക്കുമ്പോൾ ഇന്നത് ചൊല്ലിയോ, മുടി ചീകുമ്പോൾ, അങ്ങനെ ഓരോ സന്ദർഭത്തിലും പാരൻസിനെ ഗൈഡ് ചെയ്യുന്ന ഒരു കുട്ടികളെയാണ് നമുക്ക് അൽഫിത്രയിലെ കുട്ടികളെ കാണാൻ കഴിയുന്നത്. ഈ അൽഫിത്ര ഇസ്ലാമിക് പ്രീ സ്കൂളിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് കുട്ടികളിൽ കൂടി പാരൻസിൽ കൂടി ഒരു സമൂഹവും നന്നായി എടുക്കുക എന്നുള്ളതാണ്. സാധാരണ വിദ്യാഭ്യാസത്തിൻ്റെ ഒരു ശൈലി എന്താണ്? നമ്മൾ പാരൻറ്റും ടീച്ചേഴ്സും എല്ലാം കൂടി കുട്ടികളെ നന്നാക്കി എടുക്കുക എന്നുള്ളതാണ്.
പക്ഷെ ഇവിടെ നേരെ ഒരു വിപരീതമായിട്ട് നമുക്ക് കാണാൻ കഴിയും. കുട്ടികൾ മാതാപിതാക്കൾ രക്ഷിതാക്കൾ ഉണർത്തുന്ന, അവർക്ക് ആവശ്യമായ കാര്യങ്ങൾ അതത് സമയങ്ങളിൽ പറഞ്ഞു കൊടുക്കുന്ന ഒരു സംസ്കാരം, ഒരു കൾച്ചർ അൽഫിത്രയിലെ കുട്ടികൾക്കുണ്ടാകുന്നു എന്നത് നിങ്ങളിൽ പല രക്ഷിതാക്കളും തലകുലിക്ക് സമ്മതിക്കുന്നതായിരിക്കും. ഞങ്ങൾക്ക് ഒരുപാട് അനുഭവങ്ങളുണ്ട്. ഈ ഖത്മുൽ ഖുർആനായിട്ട് ഇവിടുന്ന് 10-40 കുട്ടികൾ പിരിഞ്ഞു പോയി കഴിഞ്ഞാൽ അവരുടെ പാരൻസ് നമ്മുടെ ഗ്രൂപ്പിലേക്ക് അയക്കുന്ന ഓരോ വോയിസ് മെസ്സേജും റിട്ടേൺ മെസ്സേജും ഉണ്ട്. കണ്ണ് അറിഞ്ഞുകൊണ്ടല്ലാതെ അത് കേൾക്കാനും വായിക്കാനും കഴിയില്ല. അത് അതിൻ്റെ യാഥാർത്ഥ്യമാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അത്രമാത്രം ഈ കുട്ടികളെ കൊണ്ട് ഇവർ ആസ്വദിക്കുന്നുണ്ട്. ഇതിന് വിരുദ്ധമായിട്ടുള്ള വളരെ റെയറായിട്ടുള്ള ചില കേസുകൾ ഉണ്ടായിരിക്കാം. അത് ഈ സംവിധാനത്തിൻ്റെ ദോഷമല്ല. അത് ശരിക്കും പറഞ്ഞ് നമ്മൾ പലപ്പോഴും ഇവിടെ പല യോഗങ്ങളിൽ പറയാറുണ്ട്, മീറ്റിങ്ങുകളിലൊക്കെ പറയാറുണ്ട്. അത് നമ്മുടെ രക്ഷിതാക്കളുടെയും കുട്ടികളുടെ ചില ഓരോ കുട്ടികൾക്ക് ചില കാലിബർ ഉണ്ടല്ലോ, അതിലിരുന്ന് ചില വേരിയേഷൻസ് മാത്രമാണ്. ഈ രൂപത്തിൽ ഞാൻ ദീർഘിപ്പിക്കുകയല്ല, വളരെ ഒരു അരമണിക്കൂർ ലേറ്റായിട്ടാണ് നമ്മൾ തുടങ്ങുന്നത്. നമ്മൾ ബഹുമാന്യായ ഈ വളവട്ടണം പഞ്ചായത്തിൻ്റെ പ്രഥമ വനിത പ്രസിഡന്റ്, പഞ്ചായത്ത് പ്രസിഡന്റ് ജംഷീറ BKC ജംഷീറ അവറുകളാണ് നമ്മുടെ ഇന്നത്തെ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നത്. അദ്ദേഹത്തെ പുതിയ ഈ ഭരണ സംവിധാനം വന്നിട്ട് ഇങ്ങനെ ഒരു പരിപാടിക്ക് നമുക്ക് ക്ഷണിച്ച മാത്രയിൽ തന്നെ കിട്ടി, വളരെ നേരത്തെ തന്നെ ഇവിടെ എത്തിയെന്നുള്ളത് വളരെയധികം സന്തോഷമുണ്ട്. നമ്മുടെ ഇന്നത്തെ ഈ പരിപാടിയുടെ മുഖ്യ അതിഥി അല്ലെങ്കിൽ മുഖ്യ പ്രഭാഷണം നിർവഹിക്കുന്നത് ഈ അൽഫിത്ര ഇസ്ലാമിക് പ്രീ സ്കൂൾ എന്ന് പറയുന്ന ഇതിൻ്റെ ഒരു ഹെഡ് ഓഫീസ് ഉണ്ട് കോഴിക്കോട്, ATQ എന്ന് പറയുന്നത്. ആ ATQയിലുള്ള പ്രിൻസിപ്പൽ ഡോക്ടർ അനസ് ഫാറൂഖിയാണ് നമ്മുടെ ഇന്നത്തെ മുഖ്യ അതിഥി എന്നും മുഖ്യ പ്രഭാഷകനെന്നും എന്നൊക്കെ. മുഖ്യ അതിഥി എന്ന് പറയുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം മുഖ്യ അതിഥി നമ്മുടെ പ്രസിഡന്റാണ്, ഒരു സംശയമില്ല. പക്ഷേ ആ രൂപത്തിൽ അദ്ദേഹം ഓൺ ദ വേ ആണ്, എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അദ്ദേഹം എത്തും. ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് ഞാൻ കിടക്കുകയാണ്. ഇന്ന് ഈ പറയപ്പെട്ടതുപോലെ സ്വാഗതവും, സാധാരണഗതിയിൽ ഒരാൾ സ്വാഗതം പറയണം. ആദ്യം ആരെ സ്വാഗതം ചെയ്യണം? ഈ വേദിയിലെ അധ്യക്ഷനെ. ഈ വേദിയിലെ അധ്യക്ഷൻ ഞാൻ തന്നെയാണ്. അപ്പം ഞാൻ എന്നെ തന്നെ സ്വാഗതം ചെയ്യാണ്. രണ്ടാമതായി ഈ പരിപാടി ഇന്ന് ഔപചാരികമായി ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്ന നമ്മുടെ പ്രിയങ്കരിയായ പഞ്ചായത്ത് പ്രസിഡന്റ് BKC ജംഷീറയെ ഈ അൽഫിത്ര ഇസ്ലാമിക് പ്രീ സ്കൂളിന് വേണ്ടി വളരെ ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. പിന്നെ നമ്മുടെ ഈ പ്രോഗ്രാമിൽ സംബന്ധിച്ച് സംസാരിക്കേണ്ടത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ മുഖ്യാതിഥി ഡോക്ടർ അനസ് ഫാറൂഖി അവറുകളാണ്. അദ്ദേഹം ഓൺ ദ വേ ആണ്. ഒരു 10-15 മിനിറ്റിനകം ഇവിടെ എത്തുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ അഭാവത്തിൽ അദ്ദേഹത്തിനെ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഈ സ്ഥാപനത്തിൻ്റെ ബൗദ്ധികമായ അഡ്വൈസുകളൊക്കെ തന്ന് ഇതിനെ ഇങ്ങനെ ഈ രൂപത്തിൽ കൊണ്ടുപോകുന്നതിൽ മുഖ്യ പങ്കുവഹിക്കുന്ന നമ്മുടെ ഈ സ്ഥാപനത്തിൻ്റെ മുകളിലുള്ള മസ്ജിദിലുള്ള ഖത്തീബ് കൂടിയായ, കഴിഞ്ഞ ഈ സ്ഥാപനം തുടങ്ങിയ അന്ന് മുതൽ ഈ പ്രദേശത്തുകാരനായ, നമുക്കെല്ലാവർക്കും സുപരിചിതനായ എഴുത്തുകാരനും വാഗ്മിയും പണ്ഡിതനും റിട്ടയർഡ് പ്രിൻസിപ്പളുമായ നമ്മുടെ പ്രിയങ്കരനായ ശംസുദ്ദീൻ സാർ അവറുകളാണ്. അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. പിന്നെ ഈ സ്ഥാപനത്തിൻ്റെ നെടുന്തൂണെന്നൊക്കെ പറയാവുന്ന ഈ സ്ഥാപനത്തിന് ഈ രൂപത്തിൽ ഇതിൻ്റെ തുടക്കം മുതൽ 10 വർഷമായി ഇവിടെ സേവനം ചെയ്തുകൊണ്ടിരിക്കുന്ന പല ടീച്ചേഴ്സും വന്നും പോയിക്കൊണ്ടൊക്കെ ഉണ്ട്. പക്ഷെ 10 വർഷമായി ഇവിടെ സേവനം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മഹൽ വ്യക്തിയാണ് നമ്മുടെ ഈ അൽഫിത്ര ഇസ്ലാമിക് പ്രീ സ്കൂളിൻ്റെ പ്രിയങ്കരിയായ പ്രിൻസിപ്പൽ സജ്ന മാമിനെയും വളരെ ഹാർദവമായി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. പിന്നെ എനിക്ക് പറഞ്ഞ് വാക്കുകളിൽ പ്രതിഫലിപ്പിക്കാൻ കഴിയാത്തത്ര ഈ സ്കൂളിൻ്റെ എല്ലാമായ ബാക്ക് ബോൺ എന്നൊക്കെ പറയാം. നമുക്ക് എല്ലാമാണ് ഇതിൻ്റെ ഓരോ നിമിഷങ്ങളും. ഈ ഇവിടെയുള്ള എല്ലാ കുട്ടികൾക്കും സുപരിചിതനായ, ഇവിടെയുള്ള എല്ലാ പാരൻസിനും സുപരിചിതനായ, എല്ലാ കുട്ടികളുടെയും പ്രിയങ്കരനായ ഉപ്പാപ്പ എന്ന് വിളിക്കുന്ന നമ്മുടെ ഷുക്കൂർ സാഹിബ് അവറുകളാണ്. അദ്ദേഹത്തെക്കുറിച്ച് എനിക്ക് പറഞ്ഞാൽ അത് കുറച്ച് കുറഞ്ഞു പോകുമെന്നുകൊണ്ട് ഞാൻ കൂടുതലായിട്ട് ആ വിഷയത്തിൽ സംസാരിക്കുന്നില്ല. അദ്ദേഹത്തിനുള്ള ഇവിടെ ചെലവഴിക്കുന്ന നിസ്വാർത്ഥമായിട്ട് യാതൊരു പ്രതിഫലേച്ഛയുമില്ലാതെ ചെലവഴിച്ചുകൊണ്ടിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ ആരോഗ്യവും സമയവും എല്ലാം തന്നെ അതിന് കൃത്യമായ റിവാർഡ് കൊടുക്കേണ്ടത് അള്ളാഹുവാണ്. ആ രൂപത്തിൽ അദ്ദേഹത്തിനോട് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. മറ്റ് നമ്മുടെ ഈ വേദിയിലുള്ള നമ്മുടെ ട്രസ്റ്റ് മെമ്പറായിട്ടുള്ള മുസ്തഫ, ഇസ്മായിൽ, അസീസ് ക, ആഷിഖ്, ഇവിടെ വേദിയിലില്ലാത്ത ജബ്ബാർ, മൻസൂർ, അങ്ങനെ പലരും. സായറ ഇങ്ങോട്ട്. അതുപോലെ തന്നെ ഇന്നത്തെ നമ്മുടെ ഈ പരിപാടിയിൽ നമുക്കെല്ലാവർക്കും ഒരു മോട്ടിവേറ്റഡ് ആയിട്ടുള്ള ഒരു വനിത കടന്നു വരികയാണ്.
സായറ പ്ലീസ്. സായറാൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ ഈ സ്കൂളിൽ CIR മദ്രസയിൽ പഠിപ്പിച്ചൊരു ടീച്ചറാണ്. സാമൂഹ്യ സാംസ്കാരിക മത രംഗത്ത്, പ്രബോധന രംഗത്ത് നിസ്തുലമായ പ്രവർത്തനങ്ങൾ നിർവഹിച്ചു വരുന്ന ഒരു മഹൽ വ്യക്തിയാണ് TM സായറ. സായറക്ക് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് വെച്ചാൽ കണ്ണൂർ ജില്ലയിലെ പാലിയേറ്റീവ് മേഖലയിൽ ഏറ്റവും നല്ല വോളണ്ടിയർ ആയിട്ടുള്ള അവാർഡ് ഗവൺമെൻറ്റിൽ നിന്നും സായറക്ക് കിട്ടി എന്നുള്ളതാണ് ഇന്നത്തെ ഈ ദിവസത്തിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് എനിക്ക് പറയാൻ തോന്നുന്നത്. അദ്ദേഹത്തെ ഞങ്ങൾ ആദരപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. മറ്റ് ഈ വേദിയിലും സദസ്സിലുള്ള നിങ്ങളെ ഞാൻ എങ്ങനെ സ്വാഗതം ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. കാരണം ഈ സ്ഥാപനത്തിൻ്റെ എല്ലാമാണ് ഇരിക്കുന്ന ആളുകൾ. നിങ്ങളുണ്ടായത് കൊണ്ടാണ് ഈ സ്ഥാപനം ഉണ്ടായത്, നമ്മളുണ്ടായത് കൊണ്ട് ഈ സ്ഥാപനം ഉണ്ടായതല്ല. നിങ്ങൾ ഈ ഒരുപാട് വ്യതിരിക്തമായ, ഒരുപാട് വ്യത്യസ്തങ്ങളായ സ്കൂളുകൾ, അങ്ങേയറ്റം പേരുള്ള, ഒരുപാട് പേരും പെരുമയുള്ള ഭൗതിക വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ തൃണവൽക്കരിച്ചുകൊണ്ടാണ് നിങ്ങൾ അൽഫിത്ര ഇസ്ലാമിക് പ്രീ സ്കൂളിനെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. അതാണ് ഇതിൻ്റെ ഒരു യുണീക്ക്നെസ്, അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ആ അർത്ഥത്തിൽ ഇവിടെ എത്തിച്ചേർന്ന മുഴുവൻ രക്ഷിതാക്കളെയും, നമ്മുടെ സഹോദരങ്ങളെയും, നാട്ടുകാരായ പല ആളുകളെയും വളരെ ഹാർദവപൂർവ്വം ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഈ പരിപാടിയുടെ ഔപചാരിക ഉദ്ഘാടനം നിർവഹിക്കുന്നതിനായി ബഹുമാന്യയായ നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് VKC ജംഷീർ അവരുകളെ വളരെ സ്നേഹപൂർവ്വം ക്ഷണിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. വാഹിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഏറെ ആദരണീയനായ ഇന്നത്തെ ഈ ഒരു ചടങ്ങിൻ്റെ സ്വാഗതവും അധ്യക്ഷ പദവിയും എല്ലാം ഒറ്റയ്ക്ക് ഏറ്റെടുത്ത നമ്മുടെ KLP ഹാരിസ് അവർകൾ, അതുപോലെ ഇന്നത്തെ ഈ ഒരു ചടങ്ങിന് ഇവിടെ മുഖ്യാതിഥികളായി ഈ വേദിയിലിരിക്കുന്ന പ്രിൻസിപ്പൽ സജന ടീച്ചർ, അതുപോലെ ഷംസുദ്ദീൻ പാലക്കോട്, ഹാരിസ് ഖാൻ്റെ 2 ബ്രദേഴ്സ്, എനിക്ക് അവരെ പേര് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മാറിപ്പോക്കാന്ന്. എല്ലാവർക്കും, അതുപോലെ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള മുഴുവൻ രക്ഷിതാക്കൾക്കും എൻ്റെ അസ്സലാമു അലൈക്കും. ഇന്നത്തെ ദിവസത്തിൻ്റെ തുടക്കം എന്ന് പറയുന്നത് തന്നെ വലിയൊരു മഹനീയമായിട്ടുള്ള ഒരു സദസ്സിലാണ് വന്നെത്തിയിട്ടുള്ളത്. അൽഹംദുലില്ലാ. കഴിഞ്ഞ 3 വർഷം ഞാൻ നിങ്ങളോടൊപ്പം ആ ഒരു കസേരയിലാണ് ഇവിടുത്തെ ആനിവേഴ്സറിക്ക് ഇരിക്കാറ്. എൻ്റെ മകൾ ഇവിടെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാം പോലെ ഒരു രക്ഷിതാവിൻ്റെ സ്ഥാനത്തിരുന്ന് ഇവിടുത്തെ പ്രോഗ്രാം തുടക്കം തൊട്ട് അവസാനം വരെ ഇവിടെ ഈ ഒരു തിക്കിലും തിരക്കിലും ഇരുന്ന് മുഴുനീളെ വീക്ഷിക്കുന്ന ഒരു ഉമ്മയാണ്. ഇവിടെ കുട്ടികൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ വലിയൊരു പ്രയാസം നേരിടും. അതൊരു വലിയൊരു സത്യമാണ്. ഇവിടുന്ന് കുട്ടികൾ പഠിച്ചിറങ്ങിയ. അപ്പോൾ നിങ്ങളിത് കേൾക്കുമ്പോൾ ബേജാറാവണ്ട. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 6 മാസത്തേക്ക് ഞാൻ നേരിട്ട വലിയൊരു ബുദ്ധിമുട്ടാണ്. ഇവിടുത്തെ 3 വർഷത്തെ പഠിപ്പ് പൂർത്തിയാക്കി അടുത്ത സ്റ്റേജ് എന്നുള്ള രീതിയിൽ 1-ാം ക്ലാസ്സിൽ വേറൊരു സ്കൂളിലേക്ക് കൊണ്ടുപോയി. അവർ നേരിടുന്ന വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത്, ഇവിടുന്ന് ഒരുപക്ഷെ പേരൻസ് എന്നുള്ള രീതിയിൽ ഞങ്ങളിൽ നിന്ന് കിട്ടുന്നതിനേക്കാളും കെയർ, ഓവർ സ്നേഹം ഇവിടുത്തെ ടീച്ചേഴ്സിൻ്റെ അടുത്ത് നിന്ന് ഈ മക്കൾ അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് പുതിയൊരു സ്കൂളിൽ പോയി കഴിഞ്ഞാൽ അവരെ നിത്യ പരാതി എന്ന് പറയുന്നത് ടീച്ചർ എന്നെ നോക്കുന്നില്ല, എൻ്റെ പേര് വിളിക്കുന്നില്ല, എന്നെ അടുപ്പിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ എൻ്റെ മോള് കൗസർ സ്കൂളിലാണ് ചേർന്നത്. അപ്പോൾ ഇതിങ്ങനെ പരാതി കേട്ട് ഒരു 6 മാസത്തോളം ഭയങ്കര പ്രയാസം. എനിക്കിത് സ്കൂളിൽ കരച്ചിലോട് കരച്ചിലാണ്. പോയി വന്നു കഴിഞ്ഞാൽ നിത്യേന പരാതി. നമ്മളാണെങ്കിൽ ഈ ഒരു തിരക്കിട്ട ഷെഡ്യൂളിൽ നീങ്ങുമ്പോൾ സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞാൽ പിറ്റേന്ന് ഇതിനെങ്ങനെ ഇത് സ്കൂളിലേക്ക് വീണ്ടും അയക്കണമെന്നുള്ളൊരു മാനസിക വിഷമത്തിലായിരിക്കും ഉള്ളത്. പിന്നെ അവസാനം ടീച്ചറെ നേരിട്ട് പോയി കണ്ട്, ടീച്ചർ എൻ്റെ മോളിങ്ങനെ അൽഫിത്രയിലാണ് പഠിച്ചത്. അവിടുത്തെ ഒരു സിസ്റ്റം എന്ന് പറയുന്നത് കുട്ടികളെ എന്തോ അവരെ ഒരു ചേർത്ത് നിർത്തലിനൊരു പ്രത്യേകത ഉണ്ട്. അപ്പോൾ അതെൻ്റെ മോൾക്ക് ഇവിടുന്ന് കിട്ടുന്നില്ല എന്നുള്ള എന്തോ ഒരു ഫീല് വന്നിട്ടുണ്ട്. അത് ഭയങ്കര ഒരു പ്രയാസം ഉണ്ടാക്കുന്നു. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ ടീച്ചേഴ്സിനെ താഴ്ത്തി കിട്ടുന്നതോ അല്ലെങ്കിൽ അവിടുത്തെ സിസ്റ്റത്തിനെ ഞാൻ കുറച്ച് കാണിക്കുന്നതോ അല്ല. പക്ഷേ അവരെ സംബന്ധിച്ചിടത്തോളം ആ ടീച്ചർ എൻ്റെ അടുത്ത് പറഞ്ഞത്, LKG UKG എന്ന് പറയുന്ന കുട്ടികൾക്ക് നമ്മൾ ഒരുപക്ഷെ 1-ാം ക്ലാസ്സിൽ വരുന്ന കുട്ടികൾ ഒരു സീനിയറായിട്ട് കാണുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഈ കുട്ടികളെ ആ രീതിയിലാണ് നമ്മൾ ചിലപ്പം കാണുന്നുണ്ടാവാനും.
അപ്പോൾ അത് ഞാൻ പ്രത്യേകം പോയി പറഞ്ഞതിൻ്റെ പേരിൽ ഞാൻ പറഞ്ഞു, ടീച്ചർ വെറുതെ എങ്കിലും ഒരു ദിവസം എൻ്റെ മോളെ ഹലീമ എന്നുള്ള ഒരു പേര് വിളിച്ചതിന് എൻ്റെ മോക്കൊരു സമാധാനം ഉണ്ടാവും. അപ്പം അങ്ങനെ ഞാൻ അവിടെ പോയി ടീച്ചറെ അടുത്ത് ആ കാര്യം പറഞ്ഞു. ഇപ്പം അൽഹംദുലില്ലാ എന്തോ എൻ്റെ മോൾ ആ സ്കൂളുമായിട്ട് പൊരുത്തപ്പെട്ടു. അപ്പോൾ ഈ സ്കൂളിൽ നിന്ന് ഇറങ്ങിയ സമയത്ത് ഞാൻ ആരിസക്കാൻ്റെ അടുത്ത് പല പ്രാവശ്യം പറഞ്ഞൊരു കാര്യമാണ്, നമ്മൾ ഈ ഒരു ഗ്രാജുവേഷൻ സെറിമണീൻ്റെ സമയത്ത് ആരിസക്ക ഇത് ഈ ഒരു 3 വർഷം കൊണ്ട് ഇവിടെ അവസാനിപ്പിക്കാണ്ട് നിങ്ങളൊരു 4-5 വർഷം ക്ലാസ്സുകളിലേക്ക് ഇതിനെ ഉയർത്തി കൊണ്ടുവരണം എന്നുള്ളത്. പക്ഷെ എന്തുകൊണ്ടോ ആരിസക്ക ആ ഒരു നിർദ്ദേശം ഏറ്റെടുക്കുന്നില്ല. ഈ ഒരു അവസരത്തിൽ ഞാൻ പറയുന്നത് അത്തരം ക്ലാസ്സുകളിലോട്ടേക്ക് സ്കൂളിനെ കൊണ്ടുവരണം എന്നുള്ളതാണ്. അത് നിങ്ങൾക്ക് ശരിക്കും അത് ബോധ്യമാവും. ഇവിടുത്തെ ഒരു സിസ്റ്റം എന്ന് പറയുന്നത്, അതായത് നമ്മുടെ പരമായിട്ടുള്ള ചിട്ടകൾക്കനുസരിച്ച് ഒരു അൽഫിത്ര കുട്ടി നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ നമുക്ക് ശരിക്കും അത് ഫീൽ ചെയ്യും. ആ കുട്ടികളുടെ ബേസ് എന്താണെന്നുള്ളത്, ആ കുട്ടികളെ എങ്ങനെ പെരുമാറുന്നു, ഏത് രീതിയിലാണ് നമ്മളൊരു അടിത്തറ എന്ന് പറയുന്നില്ല, അത് അത്രയും നല്ലൊരു സ്ട്രോങ് ആയിട്ടാണ് നമ്മളെ കുട്ടികൾക്ക് ഈ ഒരു സ്ഥാപനത്തിൽ നിന്ന് കിട്ടുന്നത്. ഞാനിവിടെ വന്നുകൊണ്ട് ഈ ഒരു ഉദ്ഘാടന സെഷൻ കൈകാര്യം ചെയ്യുന്നതുകൊണ്ട് മാത്രം ഈ ഒരു സ്കൂളിനെ എന്തോ ഒരു പൊക്കി പറയുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നും. നിങ്ങൾക്ക് ശരിക്കും അതൊരു ബോധ്യമാവുന്നതാണ് ഇവിടുത്തെ ഒരു പഠന രീതി എന്ന് പറയുന്നത്. കഴിഞ്ഞ 5 വർഷം എൻ്റെ മക്കൾ ഈ ഒരു സ്ഥാപനമായിട്ട് ബന്ധമുള്ളതാണ്. മദ്രസ വിദ്യാഭ്യാസവും അതുപോലെ ഒരു മോൾ ഇവിടുത്തെ അൽഫിത്ര സ്കൂളിൽ പഠിക്കുന്നത് കൊണ്ട് തന്നെ ഇവിടുത്തെ സിസ്റ്റം വളരെ തൃപ്തികരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്ന, അതിലൊരു നല്ലൊരു ആത്മസംതൃപ്തിയോടുകൂടി ഈ സ്ഥാപനത്തെ കാണുന്നതുകൊണ്ട് തന്നെ, അതോടൊപ്പം തന്നെ ഈ ഒരു സ്കൂളിൻ്റെ അപ്പുറത്തേക്ക് അൽഫിത്ര എന്ന് പറയുന്ന ഈ റാമ സെൻറ്റർ ചാരിറ്റി എന്ന് പറയുന്ന സെൻറ്റർ എന്ന് പറയുന്നത്, ഞാനൊരു സോഷ്യൽ വർക്കർ അല്ലെങ്കിൽ ഒരു ജനപ്രതിനിധി ആയതുകൊണ്ട് തന്നെ നമുക്ക് മിക്കപ്പോഴും ഈ ഒരു സ്ഥാപനവുമായിട്ട് അടുത്തിടപഴകേണ്ട ഒരു സാഹചര്യമാണ് ഉണ്ടാകുന്നത്. അത് ഏത് കാര്യത്തിന് വിളിച്ചാൽ, ഇപ്പോൾ നേരത്തെ ഇവിടെ ഷുക്കൂർക്ക പറഞ്ഞ പോലെ ഈ ഒരു സ്ഥാപനത്തിൻ്റെ നെടുന്തൂണായി ഇവിടെ നിലകൊള്ളുന്ന ഷുക്കൂർ ഖാൻ ഏതൊരു കാര്യത്തിനും നമ്മൾ പാലിയേറ്റീവായിട്ട് ബന്ധപ്പെട്ടിട്ടോ അല്ലെങ്കിൽ ഇവിടെ ഒരു മത രാഷ്ട്രീയ ഏത് രീതിയിലുള്ള പ്രോഗ്രാമിനെ ഇവർ അത് ഒരു ലാഭേച്ഛോ പ്രതിഫലിച്ചോ കൂടാതെ ഈ ഒരു സ്ഥാപനം വിട്ടു നൽകി നമുക്ക് എന്തൊരു പ്രോഗ്രാമിനും നമുക്ക് ഇവിടെ സ്ഥല സൗകര്യം ഒരുക്കി തന്നെ, അങ്ങനെ എല്ലാം കൊണ്ടും വളപട്ടണത്തിന് ഈ റാമ സെൻറ്റർ എന്ന് പറയുന്ന ഈ ഒരു സ്ഥാപനം എന്തുകൊണ്ടും നമുക്കൊക്കെ ഒരു എല്ലാ തരത്തിലും സഹകരിക്കുന്ന ഒരു സ്ഥാപനമായി കണ്ടുകൊണ്ട് ഇതിൻ്റെ മുന്നോട്ടുള്ള പ്രവർത്തനം ഇനിയും വളരെ ഉയർന്ന രീതിയിൽ മെച്ചപ്പെട്ട സേവനം ജനങ്ങൾക്ക്, അതായത് വിദ്യാഭ്യാസ രംഗത്തും മറ്റു രീതിയിലൊക്കെ ഈ സ്ഥാപന ചാരിറ്റി രംഗത്തൊക്കെ മികച്ച പ്രവർത്തനം കാഴ്ചവെക്കാൻ അവർക്ക് പറ്റട്ടെ. ഇന്നത്തെ ഈ ഒരു ചടങ്ങിന് എന്നെ ക്ഷണിച്ചതിന് ആദ്യം തന്നെ ഈ ഒരു സ്ഥാപനത്തിന് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഇതിൻ്റെ മാനേജ്മെൻറ്റ് സ്റ്റാഫ് അംഗങ്ങൾക്കും എൻ്റെ എല്ലാവിധ വ്യക്തിപരമായിട്ടുള്ള നന്ദി അറിയിച്ചുകൊള്ളുന്നു. അതുപോലെ ഇവിടുത്തെ ടീച്ചേഴ്സിനും ഒരു നേരത്തെ ഇവിടെ ആരിസക്ക സജന ടീച്ചർ ഇവിടെ 10 വർഷമായിട്ട് ഇവിടെ നിൽക്കുന്നവർ ഞാൻ തമാശ രൂപത്തിലാണ് പറഞ്ഞത്. ഇവരുടെ ഒരു ബോണ്ട് എന്ന് പറയുന്നത് അത് ഞാൻ എപ്പോഴും ആരിസക്കാൻ്റെ അത് ഫാമിലിയിൽ തന്നെ, ഒരാൾക്കൊരു സമൂഹത്തിൽ ഒരു കാര്യം ചെയ്യാൻ പറ്റുന്നത് അവനവനിൽ നിന്നാണ് തുടക്കം. അതായത് ആരിസക്കാൻ്റെ ഫാമിലിയെ സംബന്ധിച്ചിടത്തോളം ഞാൻ പലപ്പോഴും സോഷ്യൽ മീഡിയ വഴിയൊക്കെ ആരിസക്കാൻ്റെ എഴുത്തിൽ കൂടിയും അവർ ചെയ്യുന്ന പോസ്റ്റിൽ കൂടിയൊക്കെ മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ്, ഒരു കുടുംബത്തെ തൻ്റെ കുടുംബത്തിൽ നിന്ന് തന്നെ ചേർത്ത് നിർത്തുന്ന ആ ഒരു ബോണ്ട് തന്നെയാണ് അദ്ദേഹം ഈ ഒരു സ്ഥാപനത്തിലും കാണിക്കുന്നത്. ഇപ്പോൾ നേരത്തെ സജന ടീച്ചറോട് ഞാൻ തമാശയായിട്ട് പറയുന്നു, ആരിസക്കാൻ്റെ ഈ മധുരമുള്ള വാക്കും അതോടൊപ്പം തന്നെ ഈ ചേർത്ത് നിർത്തൽ തന്നെ 10 അല്ല 20 വർഷം കഴിഞ്ഞാൽ ഇവിടുന്ന് ആരും മാറിപ്പോകില്ല എന്നുള്ളത് ഒരു വലിയൊരു സത്യം തന്നെയാണ്. അങ്ങനെ തന്നെ ആവട്ടെ, ചേർത്ത് നിർത്തി ഈ ഒരു സ്ഥാപനം ഇനി ഒരുപാട് വർഷങ്ങളോളം ഈ ഒരു നമ്മുടെ ഈ വളപട്ടണം എന്നുള്ള കൊച്ചു പ്രദേശത്തിന് വിദ്യാഭ്യാസ രംഗത്തും മറ്റു രംഗത്തൊക്കെ നല്ല രീതിയിൽ ഇവർക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ഈ ഒരു ചടങ്ങ് ഔപചാരികമായി അള്ളാഹുവിൻ്റെ നാമത്തിൽ ഉദ്ഘാടനം ചെയ്യുന്നതായി അറിയിക്കുന്നു. താങ്ക് യു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅമാലിനാ മൻ യഹ്ദിഹില്ലാഹു ഫലാ മുളില്ല ലഹു വമൻ യുദ്ലിൽ ഫലാ ഹാദിയ ലഹു. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് വഅലാ ആലി മുഹമ്മദ്. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. ബഹുമാന്യനായ എൻ്റെ പ്രിയ സുഹൃത്ത് യോഗാധ്യക്ഷനായിട്ടുള്ള KLP ഹാരിസ് സാഹിബ്, ബഹുമാന്യ പണ്ഡിതനും ഞങ്ങളുടെ ഒരു സഹപാഠിയുമായിട്ടുള്ള ഷംസുദ്ദീൻ പാലക്കോട് സാഹിബ്, വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങൾ, സദസ്സിലിരിക്കുന്ന കുട്ടികൾ, രക്ഷിതാക്കൾ,
അനൽപമായ സന്തോഷത്തോടു കൂടിയാണ് വളപട്ടണത്തുള്ള ഈ അൽഫിത്ര വാർഷിക പരിപാടിയിൽ സംബന്ധിക്കുന്നത്. വളരെ സന്തോഷമുണ്ട്. ഈ അറബി ഭാഷയിൽ ഒരു പ്രയോഗമുണ്ട്, ലി കുല്ലി മക്കാനിൻ മക്കാൽ. എല്ലാ അവസരത്തിനും ചില സംസാരങ്ങൾ, അല്ലെങ്കിൽ സംസാരിക്കാൻ വേണ്ടി അവസരം അനുസരിച്ച് സംസാരിക്കണമെന്നാണ് ചുരുക്കം. ഇപ്പോൾ ഇവിടെ സംസാരിക്കാൻ പറ്റിയ അവസരമല്ല എന്ന് നല്ല ബോധ്യമുണ്ട്. കാരണം നിങ്ങൾ രക്ഷിതാക്കൾ എല്ലാവരും ആകാംക്ഷയോടെ കാത്തു നിൽക്കുന്നത് നമ്മുടെ കൊച്ചു മക്കളുടെ അവരുടെ കലാപ്രകടനങ്ങൾ കാണുന്നതിന് വേണ്ടിയാണ്. ഞാൻ 1-2 വാക്കുകൾ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം ഇൻഷാ അല്ലാഹ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കേരളത്തിൽ ഏകദേശം 10-35,000 കുട്ടികൾ ഇന്ന് അൽഫത്രയുടെ വിദ്യാഭ്യാസ രീതി അനുസരിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ വർഷം നവംബറിൽ ഇതിൻ്റെ സോഴ്സായിട്ടുള്ള ഈജിപ്ത് സന്ദർശിക്കാൻ സാഹചര്യം ലഭിക്കുകയുണ്ടായി. അവിടെ ധാരാളം സ്കൂളുകൾ, അൽഫിത്ര മാതൃകയിലുള്ള സ്കൂളുകൾ അവിടെ പ്രവർത്തിച്ചു വരുന്നുണ്ട്. അത്തരം സ്കൂളുകളിലും ഈ പ്രദേശം ഉൾപ്പെടെയുള്ള നമ്മുടെ നാട്ടിലെ സ്കൂളുകളിലും ഉണ്ടാകുന്ന അത്ഭുതകരമായ വിപ്ലവം അത് പറഞ്ഞ് അറിയിക്കാവുന്നതിലുപരിയാണ്. നിങ്ങൾ നോക്കൂ, സാധാരണഗതിയിൽ 2 വയസ്സ് വരെയാണ് മുലകുടി പ്രായം. 2 വയസ്സ് കഴിഞ്ഞ് ഉമ്മയുടെ ആ മടിയിൽ നിന്നിങ്ങനെ ഇറങ്ങി വരുന്ന ആ പ്രായത്തിലാണ്, 2.25 വയസ്സിലാണ് കുട്ടികളെ അൽഫിത്രയിൽ ചേർക്കുന്നത്. 2.25. 3 വയസ്സാകുമ്പോഴേക്കും ബിഗിനർ ക്ലാസ്സിൽ അഡ്മിഷൻ എടുത്തിരിക്കും. തുടർന്ന് 3 വർഷം കുട്ടിക്ക് സെക്കൻഡ് ഉമ്മ എന്ന് ഉമ്മമാർ എന്ന് പറയാവുന്ന അധ്യാപകരുടെ പക്കലേക്കാണ് കൊണ്ടുപോയി ആക്കുന്നത്. അവിടെ ഒരു ആൻറ്റി ഉണ്ടാകും. ഒരു ക്ലാസ്സിൽ 2 ടീച്ചേഴ്സ്, ഒരു ആൻറ്റി. അവർ ഈ കുട്ടികളെ 3 വർഷം, കുട്ടികളോടൊപ്പം ടീച്ചേഴ്സും പ്രൊമോഷൻ വാങ്ങിപ്പോകും. അങ്ങനെ 3 വർഷം പൂർത്തിയാക്കുന്നതോടുകൂടി വിശുദ്ധ ഖുർആനിൻ്റെ ആദ്യ അധ്യായം സൂറത്തുൽ ഫാത്തിഹ മുതൽ അവസാന അധ്യായം സൂറത്തുൻ നാസ് വരെയുള്ള മുഴുവൻ അധ്യായങ്ങളും എവിടെ നിന്ന് ചോദിച്ചാലും കുട്ടി അതിൻ്റെ നിയമം അനുസരിച്ചുകൊണ്ട് പാരായണം ചെയ്ത് കേൾപ്പിക്കും. 1. രണ്ടാമത്തത്, ഈ 3 വർഷം പഠിച്ചു കഴിയുമ്പോൾ ഏകദേശം 1.5 ജുസ് കുട്ടികൾ മനഃപ്പാടമാക്കിയിരിക്കും. 3ാമത്തത്, അവർ ധാരാളം അദ്കാറുകൾ, ദിക്റുകൾ അവർ മനഃപ്പാടമാക്കിയിരിക്കും. 4ാമത്തത്, ജീവിതത്തിൽ പാലിക്കേണ്ട ആദാബുകൾ അവർ സ്വായത്തമാക്കിയിരിക്കും. ഈ മഹാ അത്ഭുതം കണ്ടിട്ട് മറ്റ് മതസ്ഥരായ ക്രിസ്ത്യാനികളായ കന്യാസ്ത്രീകളൊക്കെ നമ്മുടെ വിദ്യാലയങ്ങൾ, ATQ മോഡേണിലൊക്കെ വന്നിട്ട് അന്വേഷിക്കാറുണ്ട്, എന്താണ് ഇതിൻ്റെ അത്ഭുത സിദ്ധി, എങ്ങനെയാണ് ഇത് സാധ്യമാകുന്നതെന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ ഒന്നുമില്ല, നമ്മുടെ മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഒരു ടീച്ചർ മറ്റേ ടീച്ചറെ പഠിപ്പിക്കുകയാണ്. ഒരു ടീച്ചർ മറ്റേ ടീച്ചറെ പഠിപ്പിക്കുക. അപ്പോൾ ടീച്ചർ ഇങ്ങനെ പറയും, മറ്റേ ടീച്ചർ ഏറ്റു പറയും. ഈ സമയത്ത് നമ്മുടെ കുരുന്നു മക്കൾ, ഈ മക്കള് അവർ പാസീവ് ലേണിംഗ് നടത്തുന്നത്, ഡയറക്റ്റ് അല്ല. ഡയറക്റ്റ് കുറെ കഴിഞ്ഞിട്ടാണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ ടീച്ചർ ഇങ്ങനെ ഒരു അദ്കാർ പറഞ്ഞാൽ മറ്റേ ടീച്ചർ ഏറ്റു പറയും, ഈ കുട്ടികൾ അതിങ്ങനെ കേട്ട് പഠിക്കുകയും ചെയ്യും. ഈ അത്ഭുതത്തിൻ്റെ ഫലമായി കുട്ടികളിലുണ്ടാകുന്ന വൈജ്ഞാനികമായ വ്യതിയാനം, വർത്തന വ്യതിയാനങ്ങൾ, അല്ലെങ്കിൽ അവരുടെ ബിഹേവിയറൽ ചേഞ്ച് അത്ഭുതകരമാണ് എന്നതാണ്. വിശുദ്ധ ഖുർആനാണല്ലോ പഠിക്കുന്നത്. വിശുദ്ധ ഖുർആൻ, യഥാർത്ഥത്തിൽ വിശുദ്ധ ഖുർആനിനെ കുറിച്ച്, കണ്ണൂർ ജില്ലയെക്കുറിച്ച് നമ്മുടെയൊക്കെ നല്ല മനസ്സിലുള്ള ധാരണ, ഖുർആനിനെ മുൻനിർത്തിയുള്ള ഒരുപാട് പ്രവർത്തനങ്ങൾ അതിൽ നിരതമാണ് എല്ലാവരും. ഒരുപാട് പണ്ഡിതന്മാർ, ഇവിടെ KLP ഹാരിസ് സാഹിബാകട്ടെ, ഷംസുദ്ദീൻ പാലക്കോട് സാഹിബാകട്ടെ, എന്ത് പറഞ്ഞാലും അത് ഖുർആനുമായി കണക്ട് ചെയ്തുകൊണ്ടാണ്. പണ്ട് മുതൽ ഖുർആൻ ലേണിംഗ് സ്കൂൾ നടന്നു വരുന്ന ഒരു പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ ഖുർആനെ കുറിച്ച് നന്നായി അറിയുന്ന ആളുകളാണ്. നമുക്കൊക്കെ വായനയിൽ നിന്ന് കിട്ടുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ, വിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഇത് അള്ളാഹുവിൻ്റെ കലാമാണ്. അള്ളാഹുവിൻ്റെ കലാമാണ്. ആ കലാമിൽ നിന്ന് ഒരു അക്ഷരം ബോധപൂർവം ഉച്ചരിച്ചാൽ അതിന് 10 പ്രതിഫലമുണ്ട്. അള്ളാഹു ഉദ്ദേശിച്ചാൽ അതിനേക്കാൾ ഏറെ പ്രതിഫലം ലഭിക്കുമെന്ന് മുത്ത് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുകയാണ്. എന്നൊരു ഉദാഹരണം പറഞ്ഞു റസൂലുള്ളാഹി. എന്താ പറയുന്നത്? അലിഫ് ലാം മീം എന്ന് ഓതിയാൽ അത് ഒറ്റ അക്ഷരമല്ല. അലിഫ് ഒരക്ഷരം, ലാം ഒരക്ഷരം, മീം ഒരക്ഷരം. അപ്പൊ എത്ര ഉണ്ട്? 3 × 10 30 പ്രതിഫലം. അപ്പോൾ നമ്മുടെ അൽഫിത്ര സ്കൂളുകൾ നിങ്ങൾ വന്ന് കാണുമ്പോൾ ഈ കുരുന്നു മക്കൾ
അവരുടെ വാക്കുകൾ വായുകളിൽ നിന്ന് മുഴുവനും ഖുർആനിൻ്റെ അക്ഷരങ്ങളാണ്. ആ പ്രദേശം മുഴുവൻ റഹ്മത്തിൻ്റെ മലായിക്കത്തുകൾ നിറയുന്ന പ്രദേശമാണ്. വളരെ സവിശേഷമായ അനുഗ്രഹീതമായ പ്രദേശമാണ്. ഞങ്ങൾക്കൊക്കെ അനുഭവപ്പെടാറുണ്ട്. ആ ക്യാമ്പസിലേക്ക് കടന്നു വരുമ്പോൾ 600-ഓളം കുട്ടികൾ പഠിക്കുന്ന സ്ഥാപനമാണ് ഈ മോഡേൺ സ്കൂൾ. അവിടെ ഗേറ്റ് കടന്ന് അകത്തേക്ക് വരുമ്പോൾ എന്തൊന്നില്ലാത്ത മനസ്സമാധാനം. യൂസുഫ് സാഹിബ് ഓക്കെ. പിന്നെ എന്തൊന്നില്ലാത്ത സന്തോഷം നമുക്ക് തോന്നാറുണ്ട്. അള്ളാഹുവിൻ്റെ ആ കലാമിൻ്റെ ആശീർവാദം, അതിൻ്റെ ആ പുണ്യമാണ് നമുക്ക് ലഭിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ടാണ് വളരെ ഗൗരവമുള്ള ഒന്നാണ് എന്ന് പറയാൻ കാരണം. നോക്ക് നിങ്ങൾ, വിശുദ്ധ ഖുർആനെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിരുന്ന കാര്യം, ലൗ അൻസൽനാ ഹാദൽ ഖുർആന അലാ ജബലിൻ ലറഅയ്തഹു ഖാശിഅൻ മുതസദ്ദിയൻ മിൻ ഖശിയത്തില്ലാ. ഈ വിശുദ്ധ ഖുർആൻ എങ്ങാനും ഒരു പർവ്വതത്തിന്റെ മുകളിലാണ് ഇറങ്ങുന്നത് എങ്കിൽ അള്ളാഹുവിനോടുള്ള വിനയത്തോടുകൂടി, അള്ളാഹുവിനോടുള്ള ഭയപ്പാടോടുകൂടി ഇത് പൊട്ടിപ്പിളർന്നു പോകും എന്നാണ്. പൊട്ടിപ്പിളർന്നു പോകുമെന്നാണ്. നോക്കൂ നിങ്ങൾ, ഒരു പർവ്വതത്തിന്റെ കാഠിന്യത്തിന് കുറവല്ല, അള്ളാഹുവിന്റെ കലാമിന്റെ ഭക്തിസാന്ദ്രമായ ഭാരം കാരണം ആ പർവ്വതം പൊട്ടിപ്പിളർന്നു പോകും എന്നതാണ്. ആ ഖുർആനെ നമ്മളൊരു കേവലം ഒരു പുസ്തകമായി, ഒരു കൃതിയായി നമ്മളെ വീടുകൾ സൂക്ഷിക്കുകയാണ്. വിശുദ്ധ റമളാൻ വരികയാണ്, ഒന്ന് വായിക്കണം, ഒന്ന് പൂർത്തിയാക്കണം എന്നൊക്കെ നമ്മളെ മനസ്സിൽ ആഗ്രഹമുണ്ട്. അത് മാത്രം മതിയോ? ഇത്ര ഗൗരവമുള്ള വളരെ ഗഹനമായ ഈ ഗ്രന്ഥത്തെ, അതിൻ്റെ ആയാത്തുകളെ, അതിൻ്റെ വചനങ്ങളെ ഉൾക്കൊള്ളാൻ നമ്മുടെ മനസ്സ് പാകപ്പെട്ടിട്ടുണ്ടോ എന്നതാണ് ഒന്നാമത്തെ ചോദ്യം. അതിലേക്ക് എത്തണം. ഇത് നമ്മളെ കുട്ടികളെ പഠിപ്പിക്കാനുള്ള, അൽഫിത്ര കുട്ടികൾ പഠിക്കാനുള്ളതാണ്, അവര് ഖത്ം ചെയ്യാനുള്ളതാണ് എന്ന ധാരണയിലാണ്. അതല്ലല്ലോ നമുക്ക് എല്ലാവർക്കും വേണ്ടിയുള്ളതാണ് ഖുർആൻ. അതുകൊണ്ടാണ് പല പിന്നാക്കം നിൽക്കുന്ന കുട്ടികളെ നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ, കാരണം അറിയാം, ഈ കുട്ടി സ്കൂളിൽ നിന്ന് പഠിക്കുന്നതല്ലാതെ വീട്ടിൽ ചെന്നാൽ ഉമ്മമാർ സപ്പോർട്ട് ചെയ്യുന്നില്ല, ഉമ്മമാർക്കത് പാരായണം ചെയ്യാൻ അറിയുന്നില്ല, പറഞ്ഞു കൊടുക്കാൻ അറിയുന്നില്ല. അങ്ങനെ ആകാൻ പാടില്ല. വിശുദ്ധ ഖുർആൻ നമ്മൾ പഠിക്കണം. ഒരിക്കൽ ടീച്ചർ കുട്ടികളോട് ചോദിച്ചു നിങ്ങളുടെ ഹാർട്ട് എങ്ങനെയാണ് എന്ന്. അപ്പൊ അതിലൊരു കുട്ടി പറഞ്ഞ മറുപടി വളരെ ശ്രദ്ധേയമാണ്. ആ കുട്ടി പറഞ്ഞത് ഹാർട്ട് എന്ന് പറഞ്ഞാൽ സ്പോഞ്ച് പോലെയാണ് എന്നാണ്. ഞാൻ അതിലേക്ക് വരുന്നതിന് ഒരു കാര്യം പറയാം. നമ്മളൊക്കെ ഹാർട്ട്, ഹൃദയത്തിന്റെ നെഞ്ചിന്റെ ഇടതുഭാഗത്തുള്ള ഹാർട്ടിന്റെ വലിപ്പം എങ്ങനെയാണ്? നമ്മളെ കൈ ഇങ്ങനെ ചുരുട്ടി പിടിച്ചാൽ ഈ വലിപ്പമേ നമ്മുടെ ഹാർട്ടിനുള്ളൂ. ഈ ഹാർട്ട് വെച്ചിട്ടാണ് നമ്മളെ മുഴുവൻ കളികളും. അപ്പൊ ഒരു കൊച്ചു കുഞ്ഞായിരിക്കും, ആ കുഞ്ഞിന്റെ ഹാർട്ട് എത്ര ഉണ്ടാവും? അവന്റെ കൈ ഇങ്ങനെ ചുരുട്ടി പിടിച്ച അത്രയേ ഉണ്ടാവുള്ളൂ. ആ ഹൃദയത്തെ ആ കുട്ടി പറഞ്ഞ സ്പോഞ്ച് പോലെ എന്നതിന് സമാനമായാൽ, സ്പോഞ്ച് വെള്ളം കുടിക്കുന്നത് പോലെ എല്ലാ നന്മകളെയും ഈ സ്പോഞ്ച് ആഗിരണം ചെയ്യും. അതുകൊണ്ടാണ് കുട്ടികൾ അൽ ഫിത്ര, ആ പ്രകൃതത്തിൽ തന്നെ നിലനിർത്താൻ വേണ്ടി പറയുന്നത്. ആ നല്ല സ്വച്ഛമായ അതിലേക്ക് ഈ സ്പോഞ്ച് വെള്ളം കുടിക്കുന്നത് പോലെ കുട്ടികൾ നല്ല അറിവുകളെ, ഖുർആനിന്റെ സാരാംശങ്ങളെ അവിടെ ഹൃദയങ്ങളിലേക്ക് ഏറ്റുവാങ്ങണം. അങ്ങനെ ഏറ്റുവാങ്ങിയെന്നുണ്ടാവും. ആ വളരുന്ന കുട്ടികളെ വളരുന്നതിനനുസരിച്ച് ഈ വിജ്ഞാനം വികസിച്ചു വരും. ഇതൊന്നും കൊടുക്കാതെയുള്ള വിദ്യാഭ്യാസം കൂടെ എന്താ ഉണ്ടാകുക? നിങ്ങൾ അറിഞ്ഞില്ലേ, കഴിഞ്ഞ വർഷം 1.5 വർഷം മുമ്പ് ഒരു കുട്ടി തന്റെ പെറ്റുമ്മയെ 10 മാസം ഉദരത്തിൽ കൊണ്ടു നടന്ന ഉമ്മയുടെ മൂർദാവിന് ഹാമർ കൊണ്ടടിക്കുകയാണ്. ഭാഗ്യവശാൽ ഉമ്മ അത്ര എന്തായില്ല, പരിക്ക് ഗുരുതരമാണ്, പക്ഷെ മരിക്കാൻ അത് കാരണമായിട്ടില്ല. എന്നാൽ വേറെ അവൻ പോയി പുറത്തിറങ്ങി, അവന്റെ കൂട്ടുകാരിയുടെ തലക്ക് പോയി അടിച്ചു, മരിച്ചു. മൂത്താപ്പയുടെ അടുക്കൽ പോയി അടിച്ചു, മരിച്ചു. അങ്ങനെ 4 പേരെ 1 മണിക്കൂറിനകം അവൻ ശരിയാക്കി. എന്താ അവന്റെ ഹൃദയം എന്താണ് അവനോട് പറയുന്നത്? ഈ നന്മയുടെ അംശങ്ങൾ അവന്റെ മനസ്സിൽ നിന്ന് വറ്റിപ്പോയി. ഇങ്ങനെ നമ്മുടെ വീട്ടിൽ നല്ല കുട്ടികൾ വളരണമോ ക്രിമിനലുകൾ വളരണമോ എന്ന് തീരുമാനിക്കേണ്ടത് ആരാണ്? ബാപ്പയും ഉമ്മയുമാണ്.
ഇവിടെ ഇരിക്കുന്ന മുഴുവൻ ഉമ്മമാർക്കും രക്ഷിതാക്കൾക്കും പറയാൻ കഴിയണം, എൻ്റെ വീട്ടിൽ ഒരു ക്രിമിനലും വളരുന്നില്ല എന്നത്. കുട്ടികൾ നല്ലവരായി വളരണം. നല്ലത് വളരണമെങ്കിൽ ഞാൻ പറയല്ലോ, സ്പോഞ്ച്. അൽഫിത്രയിൽ നിന്ന് അവർ നല്ലത് കേൾക്കുന്നു. വീട്ടിൽ വന്നപ്പോൾ അതിൻ്റെ ഒരു സാഹചര്യം ഇല്ലെങ്കിൽ ഈ പഠിച്ചത് മുഴുവനും ബാത്തിലാണ്. ഞാനൊരു ഒരു വീഡിയോ കണ്ടത് എന്തെന്ന് വെച്ചാൽ, ഒരു ഉമ്മ അങ്ങനെ കുട്ടിയെ ഇങ്ങനെ തൊട്ടിൽ ആട്ടുന്നു. ആ സമയത്ത് ഒരു പാട്ടുണ്ട്. ആ വരികൾ എനിക്ക് ആശയം ഇതാണ്: അമ്മന്റെ ജിംക്ക് കട്ടുണ്ടേ, അച്ഛന് കള്ളുടിച്ചു എന്നൊക്കെ പറയുന്ന പാട്ടാ. ആ പാട്ട് പാടുമ്പോൾ കുട്ടി കരച്ചിൽ നിർത്തും. ചെറിയ കുട്ടിയാണ്. വേറെ പാട്ട് പാടുമ്പോൾ കുട്ടി കരയാൻ തുടങ്ങും. അതിന്റെ വീഡിയോ. അപ്പൊ അഭിമാനത്തോടു കൂടി അത് ഇതിലിട്ടതാണ്. പക്ഷെ യഥാർത്ഥം എന്താണെന്നറിയോ? ഈ കുട്ടിയെ വയറ്റിൽ ചുമക്കുന്ന സമയത്ത് ആ കുട്ടിയുടെ ഉമ്മ ഏറ്റവും ആസ്വദിച്ച പാട്ട് ഈ പാട്ടാണ്. ആ പാട്ടാണ് കുട്ടി കേട്ടു വളർന്നത്. അതുകൊണ്ട് ആ കുട്ടിയുടെ സ്പോഞ്ചിൽ, ഹൃദയത്തിൽ ഈ മലീമസമായ വരികൾ വന്നു ചേർന്നിരിക്കുകയാണ്. എന്നാൽ നോക്കൂ, ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി 8 വയസ്സാകുമ്പോഴത്തേക്ക് ഖുർആൻ മുഴുവനായി മനഃപ്പാടമാക്കി. എന്താ കാര്യം? ഇമാം ഷാഫി റഹ്മത്തുള്ളാഹിയുടെ ഉമ്മ തന്റെ ഉദരത്തിൽ ഇമാം ഷാഫിയെ ഗർഭം ചുമക്കുമ്പോൾ വലിയ പണ്ഡിതനാവെന്ന് വിചാരിച്ചുള്ള ഗർഭം ചുമന്നത്. അവര് എല്ലാ സമയത്തും ഒഴിവ് വേളകളിലൊക്കെ ഖുർആൻ പാരായണം ചെയ്യും. അപ്പൊ ആ കുട്ടിക്ക് എന്തുണ്ടായി? ആ കുട്ടിക്ക് ഖുർആനിനോട് മഹബ്ബത്തുണ്ടായി, ഇഷ്ടമുണ്ടായി. ആ ഇഷ്ടം കൊണ്ടാണ് ഈ കുട്ടി പെട്ടെന്ന് ഖുർആൻ പഠിച്ചത്. ഇനി നിങ്ങളുടെ വീട്ടിൽ അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് നിങ്ങൾ കുട്ടികളെ വളർത്തുന്നതെങ്കിൽ എല്ലാ വൃത്തികേടും ഉണ്ടാവും. നോക്കൂ, നിങ്ങൾ മുഴുവൻ സമയം TV ഓൺ ആക്കിയിരിക്കും, അല്ലെങ്കിൽ മുഴുവൻ സമയത്തും വൃത്തികേടുകൾ കാണുന്ന, അല്ലെങ്കിൽ കാണുന്ന ഒരു ഉമ്മ എപ്പോഴും ഇങ്ങനെ മൊബൈലില് ഇതാണ്, ഈ വൃത്തികേടുകളാണ് കാണുന്നതെങ്കിൽ ആ കുട്ടികൾ, ഇത് കണ്ടു വളരുന്ന കുട്ടികൾ, നിങ്ങളൊന്നും വിചാരിക്കും, ഞാൻ പറയാം, പാസീവ് ലേണിങ്ങിന്റെ കാര്യം പറയുന്നത് അറിയോ? കുട്ടികൾ അറിയാതെയാണ് പഠിക്കുന്നത്. എന്റെ വീട്ടിൽ ചെറിയ കുട്ടിയുണ്ട്, അനുജന്റെ മകൾ, ചെറിയ കുട്ടിയാണ്, 1-2 വയസ്സുള്ളൂ. അപ്പൊ ഉപ്പ അവളെ ഇങ്ങനെ ചെറിയ പേരിട്ട് വിളിക്കും. എന്നിട്ട് ഉമ്മയുടെ തട്ടമെടുത്ത് കണ്ണാടിയുടെ മുമ്പിൽ പോയിട്ട് അവൾ സ്വയം പറയുകയാണ് ആ വിളിക്കുന്ന പേര്. ചെറിയ കുട്ടിയാണ്. കുട്ടികൾ അങ്ങനെയാണ് പഠിക്കുന്നത്. അവർ നന്മ കണ്ടു വളരണം. അൽഫിത്ര അതിനുള്ളതാണ്. ഈ ടീച്ചേഴ്സ് നിങ്ങൾ അഭിനന്ദിച്ചാൽ മതിയാവൂല. രാവിലെ 9 മണിക്ക് ക്ലാസ് തുടങ്ങിയാൽ 1:30 മണി വരെ നിരന്തരം സംസാരിക്കുകയാണ് കുട്ടികൾക്ക് വേണ്ടി. അധികാറുകൾ, ആദാബുകൾ, ഖുർആനിന്റെ ആയത്തുകൾ, മറ്റ് നൈസർഗികമായ സർഗാത്മക കഴിവുകൾ, അതിനുവേണ്ടി അധ്വാനിക്കുകയാണ്. അതുകൊണ്ടാണ് ഇത്തവണ ഏറ്റവും നല്ല സെന്ററിനുള്ള അൽഫിത്രയുടെ സർട്ടിഫിക്കറ്റ് ഈ സെന്ററിൽ കിട്ടിയത്. വളരെ ഡെഡിക്കേറ്റ് ടീച്ചേഴ്സാണ്. ഇവിടുത്തെ ഫീഡ്ബാക്ക് ഒക്കെ അവിടെ കിട്ടുന്നുണ്ട്. നല്ല ടീച്ചേഴ്സ്, നിങ്ങൾക്ക് അഭിമാനിക്കാൻ രക്ഷിതാക്കൾക്ക്. നല്ല സ്ഥാപനമാണ്. ഞാൻ പറയുന്നത്, സ്ഥാപനം വളരെ നല്ലതാണ്, ടീച്ചേഴ്സ് വളരെ നല്ലതാണ്. ഒക്കെ നന്നായാൽ മാത്രം പോരാ, വീട്ടിലെ സാഹചര്യവും അതുപോലെ നന്നാക്കിയെടുക്കണം. ഞാൻ മോശമാണെന്നുള്ള അർത്ഥത്തിലല്ല പറയുന്നത്. ഞാൻ പറയുന്നത്, ഞാനും നിങ്ങളും വിശുദ്ധ ഖുർആൻ അതീവ ഗൗരവമുള്ള വചനങ്ങൾ, ആ വചനങ്ങളുടെ ഗൗരവം ഇപ്പോൾ നമ്മളെ തലയിൽ കയറിയിട്ടില്ല. ഒരു ദിവസം രാവിലെ ഒന്ന് പുസ്തകപ്പെടുത്തോതാൻ നമുക്ക് നേരമില്ല. പണ്ടൊക്കെ പാരമ്പര്യമായ കുടുംബ വീടുകളിലൊക്കെ വൈകുന്നേരങ്ങൾ നിർബന്ധമായി ഖുർആൻ ഓതണമായിരുന്നു കുട്ടികളെല്ലാവരും. ഇന്നതില്ലല്ലോ, അതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല, പഠിക്കുന്നില്ല. അങ്ങനെ പഠിക്കുമ്പോൾ രണ്ടും കൂടെ ഒത്തുചേരുമ്പോഴാണ് യഥാർത്ഥത്തിൽ അൽഫിത്രയുടെ റിസൾട്ട് 100% ആവുള്ളൂ. അതിലേക്ക് എത്താൻ നിങ്ങൾ എല്ലാവരും ഈ വിശുദ്ധ റമദാന്റെ പടിവാതിൽക്കൽ എത്തി നിൽക്കുന്ന സാഹചര്യത്തിൽ ശ്രദ്ധിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരു കഥയുണ്ടല്ലോ, സംഭവം വിശുദ്ധ ഖുർആൻ പറഞ്ഞിരുന്ന. ഞാൻ അവസാനിപ്പിക്കുകയാണ്. മഹാനായ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം, അദ്ദേഹത്തിന് ഈജിപ്തിൽ നിന്ന് നാട് വിട്ടു പോകേണ്ടി വന്നു. പിന്നീട് അദ്ദേഹം തിരിച്ച് കുടുംബവുമായിട്ടാണ് വരുന്നത്. നാട് വിട്ടു പോയി, അവിടെ പോയി 2 പെൺകുട്ടികൾ കിണറിനടിയിൽ വെള്ളം കിട്ടാതെ ബേജാറായി നിൽക്കുകയാണ്. അദ്ദേഹം അവരെ സഹായിച്ചു, ചെറുപ്പക്കാരെ മാറ്റി വെള്ളം കൊടുത്തു, വീട്ടിലേക്ക് പറഞ്ഞയച്ചു. നേരത്തെ വീട്ടിലെത്തിയപ്പോൾ വാപ്പ ചോദിച്ചു പെൺകുട്ടികളോട്, എന്താ അങ്ങനെ 2 ആൾ നേരത്തെ എത്തിയത്? അപ്പൊ ഈ സംഭവ കഥകൾ അവർ പറഞ്ഞു കൊടുത്തൊരു ചെറുപ്പക്കാരനാണ് വന്നിട്ടുണ്ട്, അവിടെയുള്ള ആണുങ്ങളൊക്കെ മാറ്റി ഞങ്ങൾക്ക് വെള്ളം എടുക്കാനുള്ള സൗകര്യം ചെയ്തു തന്നു, അങ്ങനെയാണ് നിങ്ങൾ ഇവിടെ എത്തിയത്. ഇപ്പൊ വാപ്പയുടെ മനസ്സിലൊരു കാര്യം ചിന്ത വന്നു. വാപ്പ പറഞ്ഞൊരു പെൺകുട്ടിയെ പറഞ്ഞയച്ചു, പോയിട്ട് ആ ചെറുപ്പക്കാരന് വരാൻ പറയുന്നു.
അപ്പോ ചെറുപ്പക്കാരന്മാർ വഴി അറിയില്ല. അപ്പൊ പെൺകുട്ടി മുമ്പിലും ആൺകുട്ടി മൂസാ നബി ബാക്കിലും അങ്ങനെ പോവുകയാണ്. ആ യാത്രക്കിടയിൽ ഒരക്ഷരം പോലും മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഈ പെൺകുട്ടിയോട് സംസാരിച്ചിട്ടില്ല. കാരണം ബാപ്പ വിളിച്ചപ്പോ ചെല്ലാൻ വേണ്ടി പറഞ്ഞതാണ്. അവിടെ എത്തിയപ്പോ ഈ പെൺകുട്ടിയുടെ ഉപ്പ ചോദിക്കുകയാണ് ഈ പെൺകുട്ടിയോട് ആണിനെ കുറിച്ച്. ഒരു പിതാവിന് കുറച്ചു മതി മനസ്സിലാക്കണം. പെൺകുട്ടിയോട് ചോദിച്ചു എങ്ങനെയുണ്ട് ആ ചെറുപ്പക്കാരൻ. ആ പെൺകുട്ടി പറഞ്ഞ മറുപടി വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ആ ചെറുപ്പക്കാരൻ അമീൻ, നല്ല ശക്തനാണ്, അരോഗതനാണ്, അതോടൊപ്പം അമീനാണ്, വിശ്വസ്തനാണ്, സത്യസന്ധനാണ്, സത്യസന്ധനായ ചെറുപ്പക്കാരനാണ് എന്ന് പറഞ്ഞു. നമ്മളെ കുട്ടികൾ അങ്ങനെ ആണോ എന്ന് രക്ഷിതാക്കളൊക്കെ ഉണ്ട്. ഡിഗ്രിക്ക് പഠിക്കുന്ന മക്കളൊക്കെ ഉണ്ട്. അവർ കവിയായിരിക്കാം, പക്ഷെ അമീനാണോ എന്ന് നോക്കണം. എന്നിട്ട് വാപ്പ വിളിച്ചു വരുത്തി പറഞ്ഞറിയോ, 2 പെൺകുട്ടികളിൽ ഒരാളെ നിനക്ക് ഞാൻ വിവാഹം ചെയ്തു തരാം. പക്ഷെ കണ്ടീഷൻ ഉണ്ട്, കണ്ടീഷൻ അപ്ലൈ. എന്താണ്? നീ എന്റെ ആടുകളെ 10 വർഷം നോക്കി നടത്തും. 10 വർഷം. അല്ലെങ്കിൽ വേണമെങ്കിൽ നീ കുറച്ചും കൂടെ കൂടുതൽ നോക്കിക്കോ ഔദാര്യമായിട്ട്. മൂസാ നബി കരാറിൽ ഏർപ്പെട്ടു, വിവാഹം നടന്നു. 10 വർഷം ആടിനെ പോറ്റി വളർത്തി അദ്ദേഹത്തിന്റെ സമ്പത്ത് പെരുപ്പിച്ചു കൊടുത്തു. എന്നിട്ട് അദ്ദേഹം അങ്ങോട്ടാണ് കൊടുക്കുന്നത്. അത് കഴിഞ്ഞ് തിരിച്ച് ഈ കുടുംബവുമായി ഈജിപ്തിലേക്ക് വരികയാണ്. അപ്പോഴാണ് ഇരുട്ടിലായി. കുടുംബത്തോട് പറഞ്ഞ് ഞാൻ തീ നോക്കി വരാം. പർവ്വതത്തിലേക്ക് ചെല്ലുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു ചെരുപ്പഴിച്ചു. ഇത് വിശുദ്ധമായ താഴ്വരയാണ്. എന്നിട്ട് അപ്പോ ആരാണ്? ഞാൻ അല്ലാഹുവാണ്, നിന്നെ പ്രവാചകരായി തെരഞ്ഞെടുത്തിരിക്കുന്നു. അങ്ങനെ സംസാരങ്ങൾ. അതുകൊണ്ടാണ് മൂസാ നബിക്ക് കലീമുള്ള എന്ന പേര് കിട്ടിയത്. അള്ളാഹുമായി ഡയറക്റ്റ് ആയിട്ട് ഭൂമിയിൽ സംസാരിച്ച ആൾ എന്നുള്ളത്. എന്നിട്ട് അവിടെ നിന്ന് അദ്ദേഹം ചോദിക്കുന്ന ചോദ്യം, പടച്ചോനെ ഇത്രയൊക്കെ പറഞ്ഞ് നിന്നൊന്ന് എനിക്ക് കാണണം. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ് എന്നെ കാണാൻ കഴിയൂല. അപ്പൊ മൂസാ നബി വാശി പിടിച്ചു, കുട്ടിയെ പോലെ വാശി പിടിച്ചു, എനിക്ക് കാണണം. അപ്പൊ മൂസാ നബി അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ് അങ്ങനെ കാണണമെങ്കിൽ ആ പർവ്വതം അവിടെ ഉറച്ചു നിൽക്കുന്നുണ്ടെങ്കിൽ എനിക്ക് എന്നെ കാണാം. അങ്ങനെ മൂസാ നബി ഒന്ന് തിരിഞ്ഞു നോക്കി, ഒരു വലിയ ശബ്ദം കേട്ടു. പാറകൾ പൊട്ടിപ്പിളർന്നു. മൂസാ നബി ബോധം കെട്ടു വീണു. വിശുദ്ധ ഖുർആൻ അതൊക്കെ പറഞ്ഞു തരുന്നുണ്ട്. എന്നിട്ട് പറയും മൂസാ നബി ബോധം എണീറ്റ് ഉടനെ അള്ളാഹുവിനോട് മാപ്പ് പറഞ്ഞു. അള്ളാഹുവോട് മാപ്പ് പറഞ്ഞു. അള്ളാഹു സുബ്ഹാനഹു വ തആല അത് പുറത്തു കൊടുത്തു. അദ്ദേഹത്തിന് തൗറാത്ത് ഗ്രന്ഥം നൽകി പ്രവാചകനായി അയക്കുകയുണ്ടായി. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എത്ര ഗൗരവമുള്ള, അള്ളാഹുവിനെ കാണുക, ആ പർവ്വതത്തിന്റെ ഇത് പൊട്ടിപ്പോവുക എന്ന് പറയുന്ന അത്ഭുതകരമായ കാര്യം, അതിന്റെ അവശിഷ്ടങ്ങൾ ഇന്നും ഉണ്ട് എന്നാണ് ഗവേഷകർ പറയുന്നത്. അള്ളാഹുവിന്റെ കലാമാണ് വിശുദ്ധ ഖുർആൻ. ഞാൻ അതുമായി ബന്ധപ്പെടുത്തി പറയുന്നു. ആ കലാം എവിടെയെങ്കിലും പർവ്വതത്തിൽ ഇറങ്ങിയാൽ പൊട്ടിപ്പോകും എന്നതുകൊണ്ട് അത്ര ഗുരുതരമായ ഈ ആശയത്തെ പഠിപ്പിക്കുന്ന ഈ വിദ്യാഭ്യാസ സ്ഥാപനത്തെ നിങ്ങൾ എല്ലാ അർത്ഥത്തിലും പിന്തുണയ്ക്കണം എന്നതാണ്. നമ്മൾ അറിയുന്ന ആളുകൾ കുട്ടികളെ ചേർക്കണം, ഈ വഴിയിലേക്ക് കൊണ്ടെത്തിക്കണം. ഈ കുരുന്ന മക്കളുടെ പ്രകടനങ്ങൾ കാണുമ്പോൾ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും എന്നത് നിങ്ങൾക്ക് ഇവിടുന്ന് നേരിട്ട് കാണാൻ കഴിയും. അവർക്ക് ഇന്ന് ഖത്മ നടത്തിയതിന്റെ ഔപചാരികമായ പട്ടം നൽകുകയാണ്. അവർ വിശുദ്ധ ഖുർആനിന്റെ ആദ്യം മുതൽ അവസാനം വരെ സ്വന്തമായും സഹായത്തോടു കൂടി പാരായണം ചെയ്ത് തീർത്തു. ചില കുട്ടികൾ എൻ്റെ അൽഫിത്രയിലൊക്കെ ഇവിടെയുണ്ട്. അൽഫിത്രയിലേക്ക് 8 പ്രാവശ്യം 9 പ്രാവശ്യമൊക്കെ വിശുദ്ധ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ പാരായണം ചെയ്ത കുട്ടികൾ എന്നോട് എൻ്റെ സുഹൃത്തായിട്ടുള്ള അധ്യാപകൻ പറഞ്ഞത്, ജീവിതത്തിൽ ഇന്ന് വരെ എനിക്ക് വിശുദ്ധ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ ഓതാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ്. എത്ര ദൗർഭാഗ്യകരമാണ്. അതുകൊണ്ട് നമ്മൾ പല കുറി ഇത് പഠിക്കാനും ഉച്ചരിക്കാനുമുള്ള ഇതിന്റെ പഠനത്തിന്റെ ഒരു പ്രാധാന്യം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു ഉദാഹരണം കൂടെ പറയാം. അല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ എന്ന് പറയുന്ന പുള്ളിയുള്ള ഹ ഉണ്ട്. ആ പുള്ളി ഇല്ലാതെ ഉച്ചരിച്ചാൽ അള്ളാഹു എത്ര നല്ല സൃഷ്ടികർത്താവ് എന്നാണ് അത് ആദ്യത്തിന്റെ അർത്ഥം. ആ പുള്ളി ഇല്ലാതെ മഖ്റജിൽ കൊണ്ട് ഉച്ചരിച്ചാൽ അതിന്റെ അർത്ഥം അള്ളാഹു എത്ര നല്ല മുടിവെട്ടുകാരൻ എന്നതാണ്. അറബി ഭാഷയുടെ പ്രത്യേകത തന്നെ പുള്ളിക്കും വള്ളിക്കും ചിഹ്നത്തിനൊക്കെ വളരെ പ്രാധാന്യമുണ്ട്. അതൊക്കെ വെച്ചുകൊണ്ടാണ് ഈ കുഞ്ഞു മക്കൾ ഇങ്ങനെ പാരായണം ചെയ്യുന്നത്. നമ്മളുടെ ഒക്കെ അധ്യാപകന്മാർ നിങ്ങളുടെ മക്കളുള്ള കുഞ്ഞു മക്കളായി മാറുന്ന ഒരു കാലമാണ് ഇനി വരാനുള്ളത്.
അതുകൊണ്ട് ഈ സംവിധാനത്തെ നിങ്ങൾ സഹായിക്കുക. ഈ സദസ്സ് എന്ന് പറയുന്നത് അള്ളാഹിന്റെ കലാമിന്റെ പേരിൽ ഒത്തുകൂടിയ സദസ്സാണ്. അതുകൊണ്ട് തന്നെ മലായിക്കത്തുകളുടെ ആശീർവാദം ലഭിക്കും. ഇതിന്റെ പിന്നണിയിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് വലിയ പ്രതിഫലം ലഭിക്കും. സംരക്ഷകരായും സഹായികളായും അധ്യാപകരായും ഉള്ള ആളുകൾ എല്ലാവർക്കും വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. ഇത് വളരെ അനുഗ്രഹീതമായ ഈ സംവിധാനത്തെ അല്ലാഹു എന്നും നിലനിർത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. എല്ലാ ആശംസകളും ഈ ഇന്നത്തെ ഈ സുദിനത്തിൽ അർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. Ladies and gentlemen, now we move to a proud and memorable moment of today's program, the appreciation reveal. Appreciation is the greatest encouragement. It recognizes dedication, sincerity, and a valuable contribution made with passion and commitment. Today, we proudly reveal this token of appreciation as a symbol of our gratitude and respect. May I request our respected guests to kindly come forward for the appreciation reveal. Now I invite Yusuf sir, please come forward to hand over the token of memento to our chief guest. Anas sir, please come forward. ഇന്ന് 10ാം വാർഷികം ആഘോഷിക്കുകയാണ്. വളരെ യാദൃശികതയാണെന്നോ അല്ല, എന്താണ് ഇതിനെങ്ങനെ വിശേഷിപ്പിക്കേണ്ടതെന്ന് എനിക്കറിയില്ല. നമ്മുടെ ഈ സ്ഥാപനത്തിന് വളർത്തണം അൽഫിത്ര ഇസ്ലാമിക് പ്രീ സ്കൂൾ ഏതാണ്ട് 125-ൻ്റെയും 150-ൻ്റെയും ഇടയിലാണെന്ന് തോന്നുന്നുണ്ട്. കേരളത്തിൽ അൽഫിത്ര ഇസ്ലാമിക് പ്രീ സ്കൂൾ റൺ വരുന്നുണ്ട്. ഇങ്ങനെ കേരളത്തിൻ്റെ പല ഭാഗങ്ങളിൽ, കേരളത്തിൻ്റെ പുറത്ത്, ഇന്ത്യക്ക് വെളിയിൽ ഒക്കെ ഉണ്ട്. ഫോറിൻ കൺട്രീസിലൊക്കെ ഒരുപാട് ഈ സ്ഥാപനങ്ങളുണ്ട്. പക്ഷെ നമ്മുടെ കേരളത്തിൽ അൽഫിത്ര ഇസ്ലാമിക് പ്രീ സ്കൂൾ വളപട്ടണത്തിന് കേരളത്തിലെ എല്ലാ അൽഫിത്രകളിൽ നിന്നും വ്യത്യസ്തമായിക്കൊണ്ട് അതിന് ഇവരൊരു 4-5 കമ്മിറ്റി അംഗങ്ങളാണ് അൽഫിത്ര സ്കൂളുകൾ ചെന്ന് കാണുകയും നോക്കുകയൊക്കെ ചെയ്ത് അതിൻ്റെ അടിസ്ഥാനത്തിൽ കിട്ടിയ ഒരു സംഭവമാണ് കേരളത്തിലെ ഏറ്റവും നല്ല അൽഫിത്ര എന്ന ഈ സ്ഥാപനത്തിനുള്ളൊരു അംഗീകാരം. അത് നമുക്ക് ATQയുടെ പ്രിൻസിപ്പൽ ഡോക്ടർ അനസ് ഫാറൂഖിൽ നിന്നും കൈപ്പറ്റാൻ സാധിച്ചതിലുള്ള സന്തോഷവും ചാരിതാർത്ഥ്യവും പ്രാർത്ഥനയും നിങ്ങളുമായി പങ്കുവെക്കുകയാണ്.